ഹലോ കുഞ്ഞുമണീസ്, ഇന്നൊരു ഈവനിങ് സ്നാക്സാണ്. വേറൊന്നുമല്ല, കുറച്ച് കോളിഫ്ലവർ കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ച് ഒരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതിയുള്ള പ്രിപ്പറേഷനാണേ. ആദ്യം കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുത്ത് അതിനുശേഷം കുനുകുന ചെറുതായിട്ടൊന്ന് അരിഞ്ഞ ശേഷം ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തിളയ്ക്കാനായിട്ട്. അതിലോട്ട് ശകലം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തു. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് ശകലം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് രണ്ടും കൂടെ ഒന്ന് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് വരും. അപ്പോൾ തിളച്ചതിന് ഒന്ന് ഊറ്റി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം മസാല റെഡിയാക്കുകയാണ്. അതിനുവേണ്ടി കോളിഫ്ലവറും ശകലം മൈദ മാവും കൂടെ മിക്സ് ചെയ്ത ശേഷം അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. വെള്ളമൊഴിച്ച് കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് നേരത്തെ ഊറ്റി വെച്ചിരുന്ന കോളിഫ്ലവർ തട്ടി കുറച്ചൊരു 10-25 മിനിറ്റ് ഒന്ന് ഉപ്പ് പിടിക്കാനും മസാല പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ച് അതിനുശേഷം ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കോളിഫ്ലവർ വാരിയിടുകയാണ് കേട്ടോ. കോളിഫ്ലവർ കുറച്ച് കഴിഞ്ഞൊന്ന് റെഡിയാവാൻ വേണ്ടി വീണ്ടും തിരിച്ചിട്ട് അതിനുശേഷം സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി തക്കാളി റെഡിയാക്കുകയാണ്. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ തക്കാളി 4 സൈഡിലിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ മാറി വരും. അപ്പോൾ അത് ഓഫ് ചെയ്ത ശേഷം തണുപ്പിച്ച് തൊലി കളയാണ്. കുറച്ച് മൊത്തം തൊലി കളഞ്ഞ് റെഡിയാക്കി വയ്ക്കുകയാണ്. ഇതെല്ലാം റെഡിയാക്കിയിട്ട് 2 വെളുത്തുള്ളിയും കൂടി ഇട്ട് അരച്ചെടുത്തിട്ട് ഫ്രൈ പാനിലോട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ചൊരു 10-25 മിനിറ്റ് അതും ഇങ്ങനെ ശകല പഞ്ചസാരയും ശകലം ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് ഇളക്കി നിൽക്കണം. അങ്ങനെ ഒരു 10-25 മിനിറ്റ് കഴിയുമ്പോൾ വറ്റി നല്ല സോസിൻ്റെ രൂപമാവും കണ്ടോ. അപ്പോൾ കോളിഫ്ലവറും ചെറുതായി ഒന്ന് മൂത്ത് വരെയാണ്. കണ്ടോ മൂത്ത്. അതിന് കോരി കണ്ടോ സോസ് ആ സൈഡിലോട്ട് വെച്ചിട്ട് കോരി വെച്ചതാണ്. അടിപൊളിയായിരുന്നു. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.